സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മസ്വരൂപനായ ദൈവമേ, ഇന്ന് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ ചിന്തകളാണ് വചനം തിരുവചനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നത്. ദൈവമേ, കുഞ്ഞിൻ്റെ വിദ്യാലയമാണ് കുടുംബം. അമ്മയുടെ ഹൃദയം കുഞ്ഞിൻ്റെ ക്ലാസ് മുറിയാണ്. മക്കൾക്ക് എന്തു കൊടുത്താലും ദൈവത്തെ കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക, സഭയിലേക്കും സമൂഹത്തിലേക്കും പൗരന്മാരെ പടുത്തുയർത്തുന്ന പരിശീലന കളരിയാണ് കുടുംബം. ദൈവമേ, ഈ വചനം തിരുവചനം ശ്രവിക്കുമ്പോൾ സ്നേഹത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയായ ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രായമായ അപ്പനമ്മമാരെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും കുടുംബജീവിതം നയിക്കുന്നവരെയും വിവാഹപ്രായമായി നിൽക്കുന്നവരെയും ചെറിയ ക്ലാസ് തുടങ്ങി ഉയർന്ന ക്ലാസ് വരെ പഠിക്കുന്ന മക്കളെയും രോഗികളായി കഴിയുന്നവരെയും ഏകസ്ഥരായി കഴിയുന്നവരെയും പല വിധത്തിലുള്ള അസുഖങ്ങളായി കഴിയുന്നവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, വചനം തിരുവചനത്തിലൂടെ എങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി മാറണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഈശോയിൽ എത്രയും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ ഈ മനോഹരമായ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവർ, വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ വചനം തിരുവചനത്തിലൂടെ എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറണം എന്ന ചിന്തയാണ് പങ്കുവയ്ക്കുന്നത്. ചെറിയ ഒരു കഥയിൽ ചിന്ത തുടരാം. ചരിത്രപരമായൊരു സംഭവം. 1969 ജൂലൈ മാസം 20-ാം തീയതി ശാസ്ത്രലോകത്തിൽ തിലകക്കുറി ചാർത്തിയ ദിവസമായിരുന്നു. അന്ന് ശാസ്ത്രലോകത്തിൽ, ലോകചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് കാലുകുത്ത നിമിഷം. അമേരിക്കയിലെ നീൽ ആംസ്ട്രോങ്ങിൻ്റെ വസതിയിൽ നീൽ ആംസ്ട്രോങ്ങിൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം, ഭാര്യയോടൊപ്പം ഒത്തിരി വ്യക്തികൾ ആ വലിയ മുറിയിൽ, വിശാലമായ മുറിയിൽ അബ്രപാളിയിൽ നോക്കി നിൽക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. ഇതാ ലോകചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് കാലുകുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യയും അവിടെ തടിച്ചുകൂടിയ സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെ കരഘോഷം ഉയർന്നപ്പോൾ നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സഹോദരി വന്ന് ഹസ്തദാനം നൽകി, ഷെയ്ക്കാൻഡ് നൽകിക്കൊണ്ട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഇതായിരിക്കുമല്ലേ? അവിടെയുള്ള പത്രപ്രവർത്തകരെയും മാധ്യമക്കാരെയും സുഹൃത്തിനെയും അതിശയിപ്പിച്ചുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. പിന്നെ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഏതാണ്? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് മുൻപ് അമേരിക്കയിലെ അമലോത്ഭവ ദേവാലയത്തിൻ്റെ അൾത്താരുടെ മുൻപിൽ നീൽ ആംസ്ട്രോങ് നിന്നു, എൻ്റെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റേത് മാത്രം. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ ആ ദിവസമാണ്, ആ വിവാഹാശീർവാദ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, ഞാൻ വിശ്വസിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ആ വിവാഹം കഴിച്ച ദിവസമല്ലേ? എങ്കിൽ എന്താണ് വിവാഹം എന്ന നിർവചനത്തിൽ നമുക്ക് ചിന്ത തുടരാം. എന്താണ് വിവാഹം? മലയാളം അർത്ഥത്തിൽ നമുക്ക് ആരംഭിക്കാം. മലയാളത്തിൽ വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷാൽ വഹിക്കുക, വിശേഷാൽ സ്വീകരിക്കുക. കൗദാശിക അർത്ഥം എന്താണ്? ദൈവം തരുന്ന മക്കളെ വളർത്താൻ ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത വിധത്തിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂദാശയാണ്. ബൈബിളിൻ്റെ അർത്ഥം എന്താണ്? പുറപ്പാട് 24 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായം വായിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം ഒരു ഉടമ്പടിയാണ്, കുടുംബജീവിതം ഒരു ഉടമ്പടിയാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോസസ്
യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കുഞ്ഞാടിനെ കൊന്ന് രക്തം തളിച്ചപ്പോൾ ദൈവജനം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പറഞ്ഞു ആമേൻ. ദൈവം എന്തു പറയുന്നു അതുപോലെ ജീവിച്ചുകൊള്ളാം, പ്രവർത്തിച്ചുകൊള്ളാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ മണവാളൻ മണവാട്ടിയായ സഭയ്ക്കു വേണ്ടി രക്തം ചിന്തി പിടഞ്ഞു മരിച്ചതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും രക്തമൊന്നും ചിന്തണ്ട, സ്നേഹം ചിന്തി ജീവിക്കണം. അതാണ് കുടുംബജീവിതം. ഇനി നമുക്ക് കുടുംബങ്ങളുടെ കുടുംബമായ നസ്രത്തിലെ കുടുംബത്തെ കേന്ദ്രീകരിക്കാം. എന്തുകൊണ്ടാണ് നസ്രത്തിലെ കുടുംബത്തെ തിരുക്കുടുംബം, ഹോളി ഫാമിലി, ഫാമിലി ഓഫ് ഫാമിലീസ് എന്ന് വിളിക്കുന്നത്? ബൈബിളിൽ അബ്രഹാം തുടങ്ങി ദാവീദിൻ്റെ ഗോത്രം വരെയുള്ള ചരിത്രം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1:19 വായിക്കുമ്പോൾ അബ്രഹാം തുടങ്ങി ദാവീദ് വരെ 14 തലമുറ, ദാവീദ് തുടങ്ങി ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം തുടങ്ങി ഈശോ വരെ 14 തലമുറ. 14 × 3 42 തലമുറയുടെ ചരിത്രം ഈശോയുടെ വംശാവലിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ കുടുംബങ്ങളെ ഒന്നും തിരുക്കുടുംബം, ഹോളി ഫാമിലി എന്ന് വിശേഷിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നസ്രത്തിലെ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നത്, വിളിക്കുന്നത്? അതിന് മറുപടി ഡിസംബർ 3-ാം തീയതി വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ജോൺ പോൾ II മാർപ്പാപ്പ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം കുടുംബത്തിന് എഴുതിയ 2 പുസ്തകങ്ങളാണ് ഫെമിലിയാരിസ് കോൺസോർസിയോ, മലയാള പരിഭാഷ കുടുംബം ഒരു കൂട്ടായ്മ. 2-ാമത്തെ പുസ്തകമാണ് ലെറ്റർ ടു ദ ഫാമിലി, കുടുംബത്തിനൊരു കത്ത്. കുടുംബവർഷം മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, എല്ലാ കുടുംബങ്ങളും നസ്രത്തിലെ കുടുംബത്തിലേക്ക് തിരിയണം. കാരണം 3: 1 മനുഷ്യാവതാര രഹസ്യം ആ കുടുംബത്തിൽ അവതീർണമായി. 2 അവിടെയുള്ള മൂല്യാധിഷ്ഠിത ജീവിതം. 3 അവിടെയുള്ള സ്നേഹാധിഷ്ഠിത ജീവിതം. തിരുക്കുടുംബം എന്ന് വിളിക്കാൻ കാരണം 3: 1 യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. 2 മറിയം നന്മ നിറഞ്ഞവളായിരുന്നു. 3 ഈശോ വിധേയനായിരുന്നു. അതെ, കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ അവിടെ നീതിമാനായ ഒരു അപ്പൻ, നന്മ നിറഞ്ഞൊരമ്മ, വിധേയപ്പെട്ട് ജീവിക്കുന്നൊരു മകൻ, മകൾ ഉണ്ടാവണം. അപ്പോഴാണ് ഹോളി ഫാമിലി എന്ന് വിശേഷിപ്പിക്കുക. വീണ്ടും മാർപ്പാപ്പ പറഞ്ഞ 12 കാര്യങ്ങളും ഒന്ന് നിങ്ങളോട് പങ്കുവച്ചുകൊള്ളട്ടെ. തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്ന ആത്മീയത 12 സവിശേഷതകൾ സുവിശേഷത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. 1 നിറഞ്ഞു നിന്നിരുന്ന ആധ്യാത്മികത, ദൈവികതയാണ്. ആ കുടുംബത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സമഞ്ജസമായ സമ്മേളനമുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവും മാതാവും യേശുവും ത്രിത്വത്തിൻ്റെ പ്രതീകമാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വലിയ പൈതൃകം, ദൈവീകത നിറഞ്ഞിരുന്നു. ഒരാൾ മറ്റൊരാളെ എടുത്തു കാണിക്കുന്നു. അപ്പോൾ 1-ാമത്തേത് തിരുക്കുടുംബത്തിൽ നിന്നിരുന്ന ദൈവികതയാണ്. 2 ആഴമേറിയ ആന്തരിക ജീവിതമാണ്. 3 ദൈവത്തോട് അതേ എന്ന് പറയുന്ന യൗസേപ്പ് പിതാവും മാതാവും ഈശോയും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവർ. 4 അവിടെ ഉണ്ടായ അഗാധമായ വിനയവും എളിമയുമാണ്. എപ്പോഴും എളിമയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ പിതാവും ഞാനും എത്രമാത്രം വേദനിച്ചു. ഈശോ എപ്പോഴും എളിമപ്പെടുകയാണ്. 5-ാമതായി യൗസേപ്പ് പിതാവും മാതാവും ഈശോയും നമ്മളെ ഹൃദയത്തിൻ്റെ ഒന്നിപ്പ്, അടുപ്പമാണ്, യൂണിറ്റിയാണ്. 6-ാമതായി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് പരസ്പര ധാരണയും റെസ്പെക്റ്റുമാണ്, ബഹുമാനവുമാണ്. 7-ാമതായി അവർ മംഗളവാർത്ത തുടങ്ങി സ്വർഗാരോഹണം വരെ, മരണം വരെയും ആ കുരിശും സഹനങ്ങളും തമ്പുരാനിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ സ്വീകരിച്ചു. അവരനുഭവിച്ച കുരിശും വേദനകളും. 8-ാമതായി യൗസേപ്പ് പിതാവും
മാതാവും ഈശോയും അനുഭവിച്ച തിരസ്കരണം, സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെട്ടില്ല, തിരസ്കരണവും അതുപോലെ തന്നെ ദാരിദ്ര്യവുമാണ്. 9ാമതായി അവരുടെ ജീവിതത്തിലുണ്ടായ ജീവിത സംതൃപ്തി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, മനഃശാന്തിയും ഉണ്ടായിരുന്നു. 10ാമതായി അവരുടെ അധ്വാനം, തച്ചൻ്റെ പണിയെടുത്താണ് യൗസേപ്പ് പിതാവും ഈശോയും കഴിഞ്ഞത്. മാതാവ് നെയ്തിരുന്നു, 3 പേരും കൂലിപ്പണി ചെയ്ത് ജീവിച്ചു. അവരുടെ ജീവിതത്തിലുണ്ടായ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ഉണ്ടായിരുന്നു, ജീവിത ലാളിത്യം, സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. 11ാമതായി ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം, റിലേഷൻഷിപ്പ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം ഓടുകയാണ് തൻ്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാൻ. അതെ, മംഗളവാർത്ത സ്വീകരിച്ച മറിയം പിന്നീട് കാനായിലേക്ക് ഓടുകയാണ്, കാൽവരിയിലേക്ക് പോവുകയാണ്. എവിടെയും മാതാവിൻ്റെ സാന്നിധ്യം. അപ്പോസ്തലന്മാർ ചിതറിപ്പോയപ്പോൾ സെഹിയോൻ മാളിക മുകളിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 12ാമതായി നസ്രത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവസ്നേഹവും മനഃശാന്തിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് മാർപ്പാപ്പ കൈമാറിയ കുടുംബമൊരു കൂട്ടായ്മ, കുടുംബത്തിനൊരു കത്ത് എന്നുള്ള 2 പുസ്തകത്തിൽ നിന്നും പറഞ്ഞിട്ടുള്ള തിരുക്കുടുംബമായി മാറുവാൻ ഇടയായ 12 ആധ്യാത്മികതയാണ് പങ്കുവച്ചത്. ഇനി നമുക്ക് തിരുക്കുടുംബത്തിൽ നിന്നും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഒരു ഭവനം ഉണ്ടാവണമെങ്കിൽ 4 തൂണ് ആവശ്യമാണ്. പാറമേൽ പണിത ഭവനം, പൂഴിയിൽ പണിത ഭവനത്തെക്കുറിച്ച് ഈശോ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബം തിരുക്കുടുംബമാവണമെങ്കിൽ പാറമേൽ പണിത ഭവനമാവണം. 4 തൂണുകൾ ഉണ്ടാവണം. ഒരു കുടുംബത്തിൻ്റെ 4 തൂണാണ്: 1 പ്രാർത്ഥന, 2 വിശ്വാസം, 3 സ്നേഹം, 4 നമ്മുടെ പാരമ്പര്യം, മൂല്യം, പൈതൃകം. നമുക്ക് ഓരോന്നും എടുക്കാം. പ്രാർത്ഥന. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-42 വചനങ്ങൾ. എന്താണ് ആ വചനം? യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് തിരുനാളിന് പോയി. പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. ജെറൂസലേമിലേക്ക് എല്ലാ വർഷവും പോകണം. അതൊരു വലിയ പൈതൃകവുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാവേണ്ട ആദ്യത്തെ തൂണാണ് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. അതിൻ്റെ 3 തലങ്ങളാണ്: ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി. ഫാദർ പെയ്റ്റൺ ഇങ്ങനെ പറഞ്ഞു: ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് മാധ്യമത്തിൻ്റെ അതിപ്രസരണമാണ്. ഞാൻ ഓർത്തുപോയി, പണ്ട് നമ്മുടെ കേരളക്കരയിൽ സന്ധ്യമണി അടിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്തിരുന്നു? കർത്താവിൻ്റെ മാലാഖ കുരിശു വരക്കും. പിന്നീട് നമ്മൾ എന്തു ചെയ്തിരുന്നു? ജപമാല ജപിക്കും. വണക്കമാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്തു സംഭവിച്ചു? ഇന്ന് ഈ പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടോ? ഞാൻ പറയും, തീർച്ചയായിട്ടും കുറേ കുടുംബങ്ങളിലുണ്ട്. എത്ര ശതമാനം? അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ദിവസങ്ങളിൽ പല സ്ഥലത്തും മിഷൻ ധ്യാനം നടന്നപ്പോഴും വേദപാഠ ക്ലാസ്സുകളിലുമൊക്കെ കുട്ടികളോട് ചോദിച്ചപ്പോൾ പല വീടുകളിലും ഇന്ന് പ്രാർത്ഥനയുടെ സ്ഥാനത്ത് സീരിയല് സ്ഥലം പിടിച്ചിരിക്കുക. പല വീടുകളിലും പ്രാർത്ഥനയില്ല. മറ്റൊരു പ്രത്യേകത, ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാറില്ല. അപ്പൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറില്ല. ഇന്ന് കുടുംബ പ്രാർത്ഥനയല്ല, അമ്മ പ്രാർത്ഥന. എന്ന് വച്ചാൽ അമ്മ പ്രാർത്ഥിക്കും, കൊച്ചുമക്കളും ഉണ്ടാകും. അപ്പൻ വന്നിട്ടൊരു ഡയലോഗാ: ഏയ് ജപമാല കഴിഞ്ഞോ, നീ എന്നാ ചെയ്യുകയായിരുന്നു? ഡയലോഗാ. ഏതാണ്ട് അമ്മയുടെ മാത്രമുള്ള ഒരു കുത്തക പോലെ. പക്ഷെ ഓർത്തോ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഇന്ന്
പല ട്രാജഡിക്കും കാരണം എന്താണ്? ദുരന്തങ്ങൾക്ക് കാരണം എന്താണ്? രോഗം വിട്ടുമാറാത്തതിന് കാരണം എന്താണ്? നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞു, പവറില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ മൊബൈലുണ്ടല്ലോ, ഈ മൊബൈല് നമ്മൾ എല്ലാ ദിവസവും ചാർജ് ചെയ്യും. എന്തിനാണ് ചാർജ് ചെയ്യുന്നത്? കണക്ഷൻ കിട്ടാൻ, ബന്ധപ്പെടാൻ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട്. ടി വിയിൽ പടം വീഴാനായിട്ട് എന്ത് ചെയ്യണം? ട്യൂൺ ചെയ്യണം. ആ ഡിഷ് ആൻറ്റിന സാറ്റലൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കണം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ തമ്പുരാനിലേക്ക് തിരിഞ്ഞിരുന്നാൽ മാത്രമേ ഹൃദയമാകുന്ന ടി വിയിൽ കർത്താവിൻ്റെ വചനവും പടങ്ങളും ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മുടെയൊക്കെ ഇന്ദ്രിയം എങ്ങോട്ടാ തിരിഞ്ഞു നിൽക്കുക? ലോകത്തിലേക്ക്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലോകാരൂപിയ. മറിച്ച് റിപ്പീറ്റ് ചെയ്യണമല്ല. ബൈബിൾ എത്ര പറഞ്ഞാലും അത് ആനുകാലികം തന്നെയാണ്. ആ തോബിത്തിൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ പ്രാർത്ഥനയാണ്. ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ പല തടസ്സങ്ങളും മാറിയത്. സാറാമ്മയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയമുണ്ടായി? കാരണം ജഡികാവസ്ഥയായിരുന്നു. ജഡത്തിൻ്റെ വ്യാപാരത്തിലാണ് വിവാഹം നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? മാമൂദീസ വന്നാൽ മദ്യം, പ്രഥമ ദിവ്യകാരുണ്യത്തിന് മദ്യം, സ്ഥൈര്യലേപത്തിന് മദ്യം, നമ്മുടെ അമ്മ മരിച്ചാലും അപ്പം മരിച്ചാലും മദ്യം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ദുഃഖത്തോടെ പറയായിരുന്നു, അമ്മയെ ശവം എടുത്തുകൊണ്ട് പോണേൻ, അമ്മയുടെ തലകടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കണേൻ. കാരണം ഈ കൊണ്ടുപോകുന്നവരെല്ലാവരും കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അമ്മയുടെ തലകിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടണം. ഈ മനുഷ്യൻ വേദനിക്കുക. കാരണം ഇപ്പം ശവപ്പെട്ടി കിടക്കണതാണ് ശവം, പുറത്ത് നിൽക്കണ ശവം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം അവിടെ പലപ്പോഴും പ്രാർത്ഥനയില്ല. കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ലോകാരൂപിക്കാണ്. അതേസമയം പ്രാർത്ഥനയുള്ള ധാരാളം കുടുംബങ്ങൾ അറിയാം. 12 മക്കളുള്ള ഒരു കുടുംബത്തിൽ ഞാൻ ചെന്നു. അവിടെയുള്ള കാരണവർ എന്നോട് അഭിമാനത്തോടു കൂടെ പറയുമായിരുന്നു, അച്ഛാ, എൻ്റെ മക്കളെ പ്രാർത്ഥനാരൂപിയിൽ വളർത്തിയതുകൊണ്ട് ഇപ്പോൾ 8 മണിയാണ്. അച്ഛൻ വേണമെങ്കിൽ ചെന്ന് നോക്കിക്കോ, അവരുടെ എല്ലാ വീടുകളിലും കൃത്യം 8 മണിക്ക് പ്രാർത്ഥന കാണും. അദ്ദേഹം അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല. ആ എല്ലാ വീടുകളിലും എന്ത് ഐശ്വര്യമാണെന്ന് അറിയാമോ? പ്രാർത്ഥനയാണ്. ഞാൻ ഓർത്തുപോയത് എൻ്റെ അപ്പനും അമ്മയുമാണ്. ഞങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അപ്പൻ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. രാത്രിയിലും അതുപോലെ തന്നെ ലൈറ്റ് അണച്ചു കഴിയുമ്പോൾ അപ്പനിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നൊരപ്പൻ. അമ്മ രാവിലെ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം കണ്ടിട്ടുണ്ട്. അമ്മ രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ച് രൂപത്തിൻ്റെ മുൻപിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ അടുക്കളയിലേക്ക് പോകുക. അരിയിടുന്നതിന് മുൻപ് അമ്മ 3 കുരിശ് വരയ്ക്കും. അതുപോലെ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ചെറുപ്പത്തിലെ കുരിശ് വരപ്പിച്ചിട്ടാണ് കിടത്തി ഉറങ്ങുക എഴുന്നേൽക്കുന്നത്. ഞാൻ പറയുകയാണ്, എന്നെ ശ്രമിച്ചുകൊണ്ട് ശാലോം TV പ്രേക്ഷകരെ, നിങ്ങൾ എത്ര മക്കളെ കുരിശ് വരപ്പിച്ചിട്ട് കിടത്തി ഉറക്കാറുണ്ട്? എത്ര മക്കൾ കുരിശ് വരക്കാറുണ്ട്? അപ്പോൾ പ്രാർത്ഥന മറന്നു പോകരുത്. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രാർത്ഥന. അവിടെ 3 കാര്യങ്ങൾ മറക്കരുത്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. നമ്മൾ എത്ര ഡിഗ്രി പഠിപ്പിച്ചാലും തീർന്നില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അടുത്തൊക്കെ പള്ളി ഉണ്ടെങ്കിൽ ഒന്ന് ദേവാലയത്തിലേക്ക് പോകും. ഓരോരുത്തരായിട്ട് ഷിഫ്റ്റ് ചെയ്തു പോകും. വീട്ടിലെ കുടുംബത്തിലെ കുർബാനയാണ് ജപമാലയെന്ന് ബെനഡിക്റ്റ് 16 പറഞ്ഞു. അത് കഴിയുമ്പോൾ വചനം വായിക്ക്. ഇപ്പോൾ പ്രാർത്ഥന. രണ്ടാമത്തത് സ്നേഹമാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഒന്നാണ് സ്നേഹം. സ്നേഹം എന്നൊക്കെ പറയണത് അത് വേദന നിറഞ്ഞൊരു പുറപ്പാടാണ്. ആ സ്നേഹത്തിൻ്റെ പല പടിവുകൾ. കെയറിങ്, അപ്പനും അമ്മനെയൊക്കെ ശുശ്രൂഷിക്കണം. പ്രായമായവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ചോദിക്കുക, ഇന്ന് പലപ്പോഴും പ്രായമാകുമ്പോൾ അധികപ്പറ്റ അവരെയൊക്കെ കൊണ്ടുപോയി അഗതികളുടെ മന്ദിരത്തിലേക്ക് ഇടുകയാണ്. അപ്പം അവരെ ശുശ്രൂഷിക്കണം, മരണം വരെ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ പല തലമുറക്കാരാണ്. ഉണക്കീർക്കിൽ വളക്കാൻ പറ്റുമോ? പച്ചീർക്കിൽ വളയും. അപ്പം നമ്മുടെ പ്രായമായിട്ടുള്ള അപ്പനും അമ്മയൊക്കെ ഉണക്കീർക്കിൽ അവരെ വളക്കാൻ നോക്കരുത്. അപ്പം നമ്മൾ പുതിയ തലമുറ വളഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നും പറഞ്ഞാൽ പ്രായമായ ആൾക്കാരും മനസ്സിലാക്കണം, നമ്മൾ ഇളം തലമുറയെ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബെയറിങ്, സഹിഷ്ണുത പുലർത്തണം. ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്. നമ്മൾ അംഗീകരിക്കുക. ഭർത്താവ് ആയിരിക്കുന്ന അവസ്ഥയിൽ, ഭാര്യ ആയിരിക്കുന്ന അവസ്ഥയിൽ മരുമകനും അമ്മായിയമ്മയും അപ്രീഷിയേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലിസൺ ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സ്നേഹം, ആ സ്നേഹത്തിൽ വീണ്ടും വിശ്വാസം.
യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ചുണ്ട്. ഹെബ്രായർ 11 ശാലോം TV പ്രേക്ഷകർ നിങ്ങൾ വായിക്കണം. അതിനകത്ത് നോഹ ഓരോരുത്തർ എണ്ണി എണ്ണി പറയുന്നുണ്ട്, വിശ്വാസമാണ് നമുക്ക് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വിശ്വാസവർഷമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തീരുമാനവും തിരഞ്ഞെടുപ്പുമാണ്. അദൃശ്യമായതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശ്വാസം മറ്റൊരു തൂണ. അവസാനമായി നമുക്ക് പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്. അപ്പോൾ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി മാറാൻ നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ ആ 3 വ്യക്തികളെക്കുറിച്ച് ധ്യാനിക്കണം. നീതിമാനായ യൗസേപ്പ്, നന്മ നിറഞ്ഞ മറിയം, വിധേയനായിട്ടുള്ള ഈശോ. അവിടെ തിങ്ങി നിറഞ്ഞ 3 കാര്യങ്ങൾ: മനുഷ്യാവതാര രഹസ്യം അവതീർണമായി, മൂല്യാധിഷ്ഠിത ജീവിതം, സ്നേഹാധിഷ്ഠിത ജീവിതം. എന്നിട്ട് 12 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവികത, ആഴമേറിയ ആന്തരിക ജീവിതം, ദൈവത്തോട് അതേ എന്ന് പറയുന്ന യൗസേപ്പ് പിതാവ്, മാതാവ്, ഈശോ, അഗാധമായ വിനയം, എളിമ, ഹൃദയങ്ങളുടെ അടുപ്പം, ഒന്നിപ്പ്, പരസ്പര ധാരണയും ബഹുമാനവും, കുരിശും വേദനയും ഒരുമിച്ച് വഹിക്കുന്ന കുടുംബം, അവിടെയുള്ള ദാരിദ്ര്യവും തിരസ്കരണവും ഒക്കെ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന തിരുക്കുടുംബം, ജീവിത സംതൃപ്തിയും മനഃശാന്തിയും, അധ്വാനം, ജീവിത ലാളിത്യം, ദൈവത്തോടും മനുഷ്യരോടും അതേ എന്ന് പറയുന്ന ബന്ധമുള്ള കുടുംബം, അവസാനമായി നസ്രത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹവും ക്ഷമയും. എന്നിട്ട് 4 തൂൺ ഞാൻ പറഞ്ഞു. കുടുംബത്തിൻ്റെ 4 തൂണാണ് നസ്രത്തിലെ കുടുംബം കാണിച്ചിരുന്നത്. പ്രാർത്ഥന, ആണ്ടുതോറും പെസഹ തിരുനാളിന് പോകുന്ന കുടുംബം. 2 അവിടെയുള്ള സ്നേഹം. 3 അവിടെയുള്ള വിശ്വാസം. 4 പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു ഈ വചനചിന്ത നല്ലൊരു തിരുക്കുടുംബമായി വളരുവാൻ നമ്മെ സഹായിക്കട്ടെ. ആ തിരുക്കുടുംബത്തിലെ യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഈശോയുടെയും വലിയ സാന്നിധ്യം വഴി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.